എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിനോടുള്ളതായ ഏകാഗ്രത, അതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ സ്വാധീനിക്കുന്നതായ ഈ ലോകത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ഏകാഗ്ര ഹൃദയത്തോട്, ഭയത്തോട്, ദൈവത്തോടുള്ളതായ ഭക്തിയോട് ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെതായ ശക്തി അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം തൻ്റെ ശക്തിയും തൻ്റെ സ്നേഹവും നൽകുന്നത്, പ്രദർശിപ്പിക്കുന്നത് താൻ തിരഞ്ഞെടുത്തതായ തൻ്റെ ഉപകരണങ്ങൾക്കാണ്, താൻ തിരഞ്ഞെടുത്തതായ തൻ്റെ മാനപാത്രങ്ങൾക്കാണ് ദൈവം തൻ്റെ ശക്തിയും തൻ്റെ ബലവും, ആത്മശക്തിയും തൻ്റെ ബലവും ദൈവം പകർന്നു കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ദൈവഹിതം, ദൈവിക പദ്ധതിയും നമ്മിൽ കൂടെ നിറവേറുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നമ്മിൽ നിറവേറുവാൻ നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾക്കറിയാൻ സാധിക്കും, നാം രക്ഷാനിർണയം പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാനിടയിൽ തീർന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടതായ എല്ലാ ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു എന്നുള്ളതായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കും, കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. ആ നിങ്ങളുടെ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്ന ഇടമാണ്. നമ്മൾക്കറിയാൻ സാധിക്കും, നമുക്ക് എല്ലാവർക്കും വീടുകളുണ്ട്, ഭവനമുണ്ട്. ആ വീടിൽ നമുക്ക് 4 റൂമോ 5 റൂമോ ഒക്കെ ആണെങ്കിൽ ആ എല്ലാ റൂമുകളിലും ആക്സസ് ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രവേശിക്കുവാൻ, നമ്മുടെ സർവാധിപത്യം അവിടെ സ്ഥാപിക്കുവാനുള്ളതായ ഒരു അധികാരം അല്ലെങ്കിൽ കഴിവ് നമുക്കുണ്ട്. അതാരും പ്രത്യേകാൽ തരുന്നതല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ശരീരം എന്താണെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ മന്ദിരം. മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന ഇടം എന്നാണ് അതിനർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളിലും എല്ലാ മേഖലകളിലും കർത്താവിന് പ്രവേശിപ്പാൻ അനുവാദമുണ്ടോ? അതോ അടഞ്ഞു കിടക്കുന്നതായ റൂമുകൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമായിരിക്കും. അത് മറ്റാർക്കും വിലയിരുത്തുവാൻ കഴിയത്തില്ല. അവരവർ തന്നെ വിലയിരുത്തേണ്ടതായ കാര്യമാണ്. എൻ്റെ ഭവനം അത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പറയുന്നത് അക്ഷരിക ഭവനത്തെക്കുറിച്ചല്ല, ശരീരമാകുന്ന ഭവനത്തെക്കുറിച്ച്, മനസ്സാകുന്ന ഹൃദയമാകുന്ന ഭവനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഭവനത്തിലുള്ള എല്ലാ റൂമുകളും എല്ലാ മുറികളും എൻ്റെ കർത്താവിന് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടോ? അതോ ഞാൻ അടച്ചിട്ടിരിക്കുന്നതായ ഏതെങ്കിലും റൂമുകളുണ്ടോ? അങ്ങനെ പരിശോധിക്കേണ്ടതായ പകൽക്കാലമാണ് ഇന്ന്. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കേണ്ടതായ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ കാലഘട്ടമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം ഏകാഗ്രമായിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും ഈ ദിവസങ്ങളിലായിട്ട് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 26 മുതൽ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. നോഹയുടെ 2 വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ അവിടെ പറയുകയാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്തും ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ സാധിക്കും, നീതിപ്രസംഗിയായ നോഹ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു, ജലപ്രളയം വരുന്നു എന്നുള്ള കാര്യം ലോകത്തോട് വിളിച്ചറിയിച്ചു. പക്ഷേ ജനത്തിന് അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അന്നുവരെ അവരെന്ത് ചെയ്തിട്ടില്ല? ഇതുപോലെ മഴ പെയ്യുന്നതായ ഒരു അനുഭവം അവർ കണ്ടിട്ടില്ല, ജലപ്രളയത്തിൻ്റെ ഒരു അനുഭവം അവർ കണ്ടിട്ടില്ല. എന്നാൽ ഈ നോഹയ്ക്ക് സാരമായ പ്രശ്നമുണ്ടെന്ന്
ലോകം വിധി എഴുതി. പക്ഷേ മഴ പെയ്തു. 40 രാവും 40 പകലും മഴ പെയ്തു. ഈ മഴ പെയ്തു വെള്ളം പൊങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ വന്ന് എന്ത് ചെയ്തു? ഞങ്ങളെ കൂടെ പെട്ടകത്തിൽ കയറ്റണമെന്ന് അപേക്ഷിച്ചു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നോഹയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ഇതിൽ നിന്ന് നമ്മളെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവദാസന്മാരിൽ കൂടെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പാസ്റ്റർക്ക് പാസ്റ്റർ തൊഴിൽ ഇതാണല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. ശ്രദ്ധിക്കുക, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അന്ന് ഉപവസിക്കുവാൻ പറ്റില്ല. അന്ന് 21 അല്ലെന്നുണ്ടെങ്കിൽ 40 ഒന്നും ഇരിക്കാൻ ഉള്ള സമയം കിട്ടത്തില്ല. അതല്ല എങ്കിൽ മരണം. ഇതിൽ രണ്ട് കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. എന്നാൽ ഹൃദയം ദൈവസേനയിൽ ഏകാഗ്രമായി തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തതെന്നറിയാമോ? ദൈവം തന്നെത്താൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, ഈ മ്ലേച്ഛത നിറഞ്ഞ ലോകത്തിൽ, ദൈവത്തിൻ്റെ നീതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും നമ്മൾ വില കൽപ്പിക്കാതെ പല കാര്യത്തിൽ ഒരു കാര്യമായി ദൈവിക വിഷയങ്ങളെ കാണുമ്പോൾ സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. എന്നാൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോത്തിൻ്റെ കാലം പോലെ ഒരു കാലം വരും. കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞത് നോഹയുടെ കാലം പോലെ. അടുത്ത കാര്യം പറയുന്നത് ലോത്തിൻ്റെ കാര്യമാണ്. എന്താ പറയുന്നത്? ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൊദോമിനെയും ഗോമറയെയും എന്ത് ചെയ്യാൻ പോകുന്നു? നശിപ്പിക്കാൻ പോകുന്നു, ന്യായം വിധിക്കാൻ പോകുന്നു. അതുകൊണ്ട് നീ ഇവിടെ ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പല പ്രാവശ്യം പറഞ്ഞു. അബ്രഹാം എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? പല പ്രാവശ്യം എന്ത് ചെയ്തു? ആർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചു? 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കുമോ? പറഞ്ഞ് 10 വരെ വന്നു. പിന്നെ പ്രാർത്ഥന നിർത്തി. എങ്കിലും ദൈവം ലോത്തിനെ പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ഒരു വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ ഓടിപ്പോയപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ഈ ലോകത്തിൻ്റെ സുഖവും ഈ ലോകത്തിൻ്റെ സൗഖ്യവും ഈ ലോകത്തിൻ്റെതായ മാനവും ഒക്കെ, ഈ ലോകത്തിൻ്റെ ഇമ്പം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും എന്തായിട്ട് നിൽക്കുന്നു? ചരിത്ര സംഭവമായിട്ട് നിൽക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത്രയും മഴയും ഇത്രയും കാറ്റും ഒക്കെ അടിച്ചിട്ടും നമ്മൾക്ക് അടയാളത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? 30 തവണ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. മനസ്സിലാക്കുക, മനുഷ്യപുത്രൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലോത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കി ഭാഗം ഇനി അടുത്ത കാര്യം പറയുന്നത്, അവരെന്ത് ചെയ്തെന്നോ പറഞ്ഞത്? ലോത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവർ തിന്നു, കുടിച്ചു, വിറ്റു, നട്ടു, പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലേക്ക് അങ്ങ് കണ്ണെന്ത് ചെയ്തു? ഊന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ മുഴുവൻ ഇവിടെ തന്നെ ആയി. വിറ്റു, നട്ടു, വിവാഹത്തിന് കൊടുത്തു, വിവാഹത്തിന് എടുത്തു, ഇവിടെ എന്ത് ചെയ്യുക? ബിൽഡപ്പ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? നനയ്ക്കാത്ത നാഴിയിൽ ദൈവത്തിൻ്റെ ഗന്ധകവും തീയും എന്ത് ചെയ്ത് എവിടേക്ക് അയച്ചു? സൊദോമിലേക്ക് അയക്കുവാനിടയിൽ തീർന്നു. ഇനി അവസാന വാക്ക് എന്താ പറയുന്നതെന്ന് അറിയാമോ? അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗങ്ങളൊന്ന് വായിക്കാമോ? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അതുപോലെ തന്നെ ആകും. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത് നോഹയുടെ കാലത്തെ ഉദാഹരണം പറഞ്ഞിട്ട്, ലോത്തിൻ്റെ കാലത്തെ ഉദാഹരണം പറഞ്ഞിട്ട്, മനുഷ്യൻ എങ്ങനെയായിരുന്നു സ്വസ്നേഹികളും ദൈവത്തെ ഭയപ്പെടാത്തവരും, ഇവിടെ പട്ടണം പണിയുന്നവരും, ഇവിടെ
കെട്ടിപ്പടുക്കുന്നവരും ഒക്കെ ആയി തീർന്നു. അതുപോലെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ കാലത്തും. എന്നിട്ട് അവസാന വാക്യം, അന്ന് വീടിൻ്റെ മുകളിലിരിക്കുന്നവൻ എന്ത് ചെയ്യരുത്? സാധനം എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങരുത്, അപ്സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വരരുത് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ദൈവം നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് നിന്ന് നീ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ലോകത്തിലെ ഇമ്പങ്ങൾക്ക് വേണ്ടി നീ ഇറങ്ങിപ്പോകരുത്. അടുത്ത്, വയലിലിരിക്കുന്നവൻ, വേലയ്ക്ക് വേണ്ടി വിളിച്ചവൻ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ വേല വിട്ടിട്ട് പിന്നോട്ട് തിരിയരുത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവർ ആ വേല വിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റരുത്? ലോകത്തിൻ്റെ പിന്നിലേക്ക് പോകരുത്. അടുത്ത്, ഒരു ഉദാഹരണം, ഒരു ചരിത്രം പറയുകയാണ്. ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളണം? ഓർത്തുകൊള്ളണം. ഇത് നമ്മളോട് സംസാരിക്കുന്ന വാക്യമാണ്. ഇത് വെറുതെ എഴുതി വെച്ച കാര്യമല്ല. ഇത് പരിശുദ്ധാത്മാവ് മുൻ കണ്ടുകൊണ്ട് പറയായി. കർത്താവിൻ്റെ വരവിനോട് അടുക്കുമ്പോൾ ദൈവജനത്തിൻ്റെ മനോഭാവം എന്തായിരിക്കും, ദൈവജനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പരിശുദ്ധാത്മാവ്, സർവജ്ഞാനിയായ ദൈവം ദീർഘവീക്ഷണത്തിൽ കണ്ടിട്ട് അത് നമ്മളുടെ ഗുണീകരണത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വേദഭാഗമാണ്. ഇനിയും പറയുന്നു, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവൻ അതിനെ കളയും, തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും. അവസാന വാക്യമാണ്. ഒരു രാത്രിയിൽ, കർത്താവിൻ്റെ വരവിൻ്റെ ആ രാത്രിയെക്കുറിച്ച് പറയുകയാണ്. 2 പേര് ഒരു കിടക്കമേലായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവനെ ഉപേക്ഷിക്കും. വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിരുത്തി മനസ്സിലാക്കണം. 2 പേരും ഒരു കിടക്കമേലായിരിക്കും, 2 പേരും ഒരേ ലക്ഷ്യത്തിലായിരിക്കും, ഒരേ അവസ്ഥയിലായിരിക്കും. ഒരുവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? എടുക്കപ്പെടുവാനിടയിൽ തീരും. ഒരുവൻ എന്ത് ചെയ്യും? ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയോട്, നിർമ്മലതയോട് ആയിരിക്കുന്നവർ എന്തു ചെയ്യും? എടുക്കപ്പെടും. 2 പേരും ഒരേ സുഖം, ഒരേ സഭയുടെ മെമ്പേഴ്സ് ആയിരിക്കാം, ഒരേ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുത്തവരായിരിക്കാം. ഒരുവൻ എടുക്കപ്പെടും, ഒരുവൻ എന്തു ചെയ്യും? ഉപേക്ഷിക്കപ്പെടുന്നവൻ എന്തു ചെയ്തു എന്ന് അറിയാമോ? അവൻ്റെ ശ്രദ്ധ മുഴുവൻ ലോകത്തിലായിരുന്നു, ലോകത്തിൻ്റെ ഇമ്പത്തിലായിരുന്നു, ലോകത്തിനോട് അനുരൂപപ്പെട്ടവനാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഹൃദയം നിർമ്മലമാക്കി ഏകാഗ്ര ഹൃദയത്തോട് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കാഹളധ്വനി കേൾക്കും, അവൻ എടുക്കപ്പെടും. നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. അടുത്ത കാര്യം, 2 പേരെ ഒരു തിരുകല്ലിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ധാന്യം ഓടിച്ചുകൊണ്ടിരിക്കും. 2 പേരും ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോട് മനസ്സിനെ ഏകാഗ്രമാക്കിയവൻ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കും. ഒരേ പ്രവൃത്തിയിലായിരുന്നു, ഒരേ വേലയിലായിരുന്നു, പക്ഷേ ഹൃദയം എവിടെ ആയിരുന്നു? ഈ ലോകത്തിലും ഇമ്പങ്ങളിലും അനുരൂപപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷേ അവന് ദൈവത്തിന് സന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം? ശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല, കാഹളധ്വനി കേൾക്കുവാൻ കഴിയത്തില്ല. 2 പേർ ഒരു തിരുകല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൻ എടുക്കപ്പെടും. അടുത്തത്, 2 പേരെ വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. ഇതെല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തോട് അനുരൂപപ്പെടുന്നവനും ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും തമ്മിലുള്ളതായ വ്യത്യാസമാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന വേദഭാഗം എന്താണെന്നറിയോ? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത്. ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവ് എപ്പോഴാണ് നിന്റെ വരവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നു കൂടും. വല്ല മനസ്സിലായോ? ശവമുള്ളിടത്ത് കഴുക്കൾ വന്നുകൂടും. അത് സാധാരണ നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. മരുഭൂമികളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പത്മോസിനെ പോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? കഴുകന്മാർ വട്ടമിട്ട് പറന്നു. യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ആയിരുന്നപ്പോൾ അതൊക്കെ കണ്ടു. ദർശനം പ്രാപിക്കുന്നതിന് മുമ്പ് അതൊക്കെ കണ്ടു. ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? കഴുകന്മാരെവിടാ വരുന്നത്?
ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ ദൈവസന്നിധിയിൽ, ആര് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം ഏകാഗ്രമാക്കിയിരിക്കുന്നുവോ അവിടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുവോ അവർ എവിടേക്ക് ചേരും? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരും. ശവം ഉള്ളിടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ ശവമായിട്ടും നമ്മളെ കഴുകന്മാരായിട്ടുമല്ല, ഒരു നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞാ, ശവം എവിടെ ഉണ്ടോ അവിടെയാണ് ആര് വന്നെടുക്കുന്നത്. അപ്പോൾ കർത്താവ് എവിടെയായിരിക്കുന്നു? ശ്രദ്ധിക്കുക, തെറ്റിദ്ധരിക്കരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. കർത്താവ് ശവമാണെന്നല്ല പറയുന്നത്, ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ശവം എവിടെയുണ്ടോ അവിടെ കഴുകൾ വന്നെടുക്കും. കർത്താവ് എവിടെ ആയിരിക്കുന്നുവോ അവിടേക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? തൻ്റെ വിശുദ്ധന്മാർ പറന്നെടുക്കും. കർത്താവ് എവിടെ ആയിരിക്കുന്നോ അവിടേക്ക് തൻ്റെ വിശുദ്ധന്മാർ നിമിഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ട് എത്തുവാൻ ഇടയായിത്തീരും. ആരാണ് രൂപാന്തരപ്പെടുന്നത്? ലോകത്തോട് അനുരൂപപ്പെടാത്തവൻ. 2 ദിനവൃത്താന്തം 16:9 പറയുന്നു, തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ. 2 കൊരിന്ത്യർ 11:2 വാക്യത്തിൽ പറയുന്നു, ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടായിരിക്കുന്നവർ. ഇന്ന് പകൽക്കാലം അവരവരെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ വേണ്ടി ഈ നല്ല പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവ് തൻ്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ സമയമാണ്. ഈ സമയത്ത് വചനം ഇഷ്ടം പോലെ എല്ലാ മീഡിയയിൽ കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, 2 പേർ വയലിലായിരിക്കും, 2 പേർ കിടക്കമേലായിരിക്കും. പക്ഷെ ഒരുവൻ മാത്രം എടുക്കപ്പെടും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയമുള്ളവനായിരിക്കും. അവൻ കർത്താവിന് വേണ്ടി വ്യഗ്രതയോടായിരിക്കുന്നവനായിരിക്കും. അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ളവർ കർത്താവ് ആയിരിക്കുന്നിടത്തേക്ക് മധ്യാകാശത്തിൽ കർത്താവ് കാഹളധ്വനിയോട് കൂടെ വരുമ്പോൾ അങ്ങനെയുള്ളവർ എടുക്കപ്പെടുവാനിടയെ തീരും. അല്ലാത്തവർ ഒരേ സഭയിൽ പോയവരായിരിക്കാം, ദശാംശം കൊടുത്തവരായിരിക്കാം, ഓരോ കാര്യങ്ങളിൽ പങ്കെടുത്തവരായിരിക്കാം. പക്ഷേ വലിയ നഷ്ടമുണ്ടാകും. അതിവിടെ മാത്രമല്ല നഷ്ടം, യുഗായുഗങ്ങൾ, ഒരു ഡിസ്പെൻസേഷൻ മുഴുവൻ, ഒരു യുഗം മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, നിത്യത മുഴുവൻ എന്തായിരിക്കുമെന്നറിയാമോ? തീരാ നഷ്ടം. ഏതു വേണം എന്നുള്ള 2 വഴി ദൈവമക്കളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലവും ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ നടക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെ വിശാലമായ വഴിയിൽ നടക്കാം, ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കാം. നോ പ്രോബ്ലം. ആരും തടയത്തില്ല. ആർക്കും നിങ്ങളെ മനസ്സിലാക്കുവാനും ഒരുപക്ഷെ കഴിയത്തില്ല. ആത്മീയരായിട്ട് തന്നെ നടിക്കാം. ഒരു കിടക്കമേൽ 2 പേരായിരിക്കും. 2 പേരും ഒരേ ആത്മീയ വസ്ത്രം ധരിച്ചവരായിരുന്നു. ഏത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ളതായ വഴി, ചോയ്സ് ദൈവം ഇന്നും മനുഷ്യന് കൊടുക്കുന്നു. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ളതായ വഴി ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് വിശാലമായ വഴി, ഒന്ന് ഇടുക്കമായ വഴി. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന, ഈ ദൈവാലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ളതായ വഴി അത് ദൈവം ഒരിക്കലും അടയ്ക്കുന്നില്ല. ഫ്രീ വിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതിന്മേൽ ദൈവം കൈകടത്തുന്നില്ല. നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു കാര്യം, വില കൊടുക്കേണ്ടത് നമ്മളാണ്. നിത്യജീവനാണേലും നിത്യനാശത്തിനാണേലും വില കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ എവിടെയായിരിക്കും നമ്മളുടേതായ ഡെസ്റ്റിനേഷൻ എന്നുള്ള കാര്യം അവരവർ തന്നെ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദൈവം നൽകുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്കാണ്. വരങ്ങൾ ലഭിച്ചതുകൊണ്ട് ആത്മീയനാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവം വരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ ആത്മീയരായിരിക്കുമെന്നാ. ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ബിലയാമിൻ്റെ കഴുതയും ആരായിരിക്കണം?
വരം ലഭിച്ചതുകൊണ്ട് മാത്രം എന്താകത്തില്ലെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്തിനാണ് ഈ ദാനം തരുന്നതെന്നറിയാമോ? ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാനാ. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ പഠിക്കുന്നുണ്ട്, 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതല്ല, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിവില്ലാത്തവരാകരുത്. ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഈ കൃപ തന്നതെന്ന് ഉള്ള വേദഭാഗം ഒന്ന് വായിച്ചേ. പൊതുപ്രയോജനത്തിന് വേണ്ടി എന്നുള്ള വേദഭാഗം വാക്യം. ദൈവം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. പൗലോസിൽ കൂടെ പറയുകയാണ്, ഈ വരങ്ങൾ ആർക്ക് മാത്രമല്ല, സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തവർക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാ? സഭയുടെ പൊതുവായ പ്രയോജനത്തിന് വേണ്ടി. എനിക്ക് എന്തെങ്കിലും കൃപ തന്നത് ഞാൻ സംതിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന് എനിക്ക് അഹംഭാവം ഉണ്ടാകുവാനല്ല, ഞാൻ സംതിങ് ആണെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് നിങ്ങളെ താഴ്ത്തുവാനല്ല കൃപ എനിക്ക് തരുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ദൈവം ഓരോരുത്തർക്കും കൃപ നൽകിയത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാ, സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയാ, സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയാ, സഭ ശക്തമായി ദൈവസന്നിധിയിൽ ഏകാഗ്രമാകുവാൻ വേണ്ടിയാ. അവിടെ ആ ഭാഗങ്ങളെല്ലാം പറയുമ്പോൾ യൂണിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് പറയുന്നത്, ആ വേദഭാഗങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായി പറയുന്നത് എന്താണെന്നറിയോ? യൂണിറ്റി. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, പക്ഷെ ശരീരം ഒന്നാ. എല്ലാ അവയവത്തിനും എന്തല്ല? ഒരേ പ്രവർത്തനമല്ല. കൈ പറയുക കാലുകൊണ്ട് എനിക്ക് ആവശ്യമില്ല, കണ്ണ് പറയുക മൂക്കുകൊണ്ട് എനിക്ക് ആവശ്യമില്ല, അല്ലെ കാതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരുവനെ തള്ളുവാനുള്ള അനുവാദമില്ല. ഇതെല്ലാം എങ്ങനെ നിൽക്കുന്നു? ഒന്നോടൊന്ന് ചേർന്ന് നിൽക്കുന്നു, ഒറ്റ ശരീരം. ഇതെല്ലാം, ഈ കൃപാവരങ്ങളെല്ലാം തരുന്നത് ആരാണ്? ഒരേ ആത്മാവ്, ഒറ്റ ആത്മാവ്. ആ ഒറ്റ ആത്മാവാണ് വ്യത്യസ്തങ്ങളായ കൃപകളും വരങ്ങളൊക്കെ ദൈവം തരുന്നത് നമുക്ക്. അപ്പോൾ ഈ ശരീരം എങ്ങനെ യുണൈറ്റഡ് ആയിരിക്കുന്നു, ഐക്യമായിരിക്കുന്നു, അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും എന്തായിരിക്കണമെന്നാണ് പറയുന്നത്? എന്തായിരിക്കണം? ഒന്നായിരിക്കണം. അതിൻ്റെ ഇടയിൽ ഡിവിഷൻ കൊണ്ടുവരുന്നത് ആരാണെന്ന് അറിയാമോ? ആരാ? അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ തലമുറയ്ക്ക് പോലും ദോഷമായിരിക്കും. അത് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നത് മാത്രമല്ല, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തലമുറയെ പോലും അത് ബാധിക്കുവാനിടയിൽ തീരും. 12-ാമത്തെ അധ്യായവും 13-ാമത്തെ അധ്യായവും ഒറ്റ അധ്യായമായിട്ട് നിലകൊള്ളണ്ട. അവിടെ ഡിവിഷൻ്റെ ആവശ്യമില്ല. 12, 13 എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യമാണ്. 13-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? പ്രധാനമായിട്ടും മതി. അവിടെ എന്താ അതിൻ്റെ കണ്ടന്റ്? എന്താ? സ്നേഹം. 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് യൂണിറ്റി ആണെങ്കിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവസഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യമാണ്. ഈ രണ്ട് കാര്യത്തിന് ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗം തുരങ്കം വെച്ചാൽ ഇറ്റ് ഈസ് പതറ്റിക്കൽ. എന്തായിരിക്കും എന്നറിയാമോ? വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്നതായ ഓരോ അംഗങ്ങളും, ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളും എന്തിനു വേണ്ടി നിലകൊള്ളണം? എന്തിനു വേണ്ടി നിലകൊള്ളണം? യൂണിറ്റിക്ക്, സ്നേഹത്തിനും. ഇതാണ് പരമപ്രധാനമായ ഫൗണ്ടേഷൻ. ദൈവസഭയുടെ ശരീരമാകുന്ന, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യമാണ്. ഇതിന് ഞാൻ വിഘ്നം വരുത്തിയാൽ, നിങ്ങൾ വിഘ്നം വരുത്തിയാൽ കണക്ക് പറഞ്ഞേ പറ്റൂ. ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവം വസിക്കുന്ന ഇടത്ത് വേറൊരാൾ കയറി വസിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യായവിധി വരുവാനിടയായിത്തീരും. അതുകൊണ്ട്
ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഐക്യതയിലും സ്നേഹത്തിലും എന്താണ് നിർമ്മലതയിലും നമ്മൾ എന്തായിരിക്കണം? ജാഗ്രത, ബി അലേർട്ട്, ഉത്സാഹമുള്ളവരായിരിക്കണം. ആത്മാവിൽ എരിവുള്ളവരായ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരുമായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ആത്മീയ ദൈവസഭയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. എന്താണ്? ലതാർച്ചി, സ്പിരിച്വൽ ഡ്രൈനസ്, ആത്മീയ മന്ദത. നിങ്ങൾ മന്ദതയുള്ളവർ, എബ്രായ ലേഖനം പറയുന്നു, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളുടെ അവകാശങ്ങളെ എന്ത് ചെയ്യുക? അവകാശമാക്കിയവരുടെ അനുകാരികളായിരിപ്പീൻ. എബ്രായ ലേഖനം 6:11 വാക്യം വന്നു. 6:11 ഒന്ന് വാക്യാമോ? ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ എന്താ പറഞ്ഞ? ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരും. നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടതകളും വേദനകളും എല്ലാം മാറും. നമുക്കൊരു പുതിയ ഭൂമി, ഒരു പുതിയ അനുഭവം ദൈവം തരും. അതാണ് നമ്മുടെ പ്രത്യാശ. എന്നാൽ നിങ്ങൾ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് അടുത്ത് അവസാനത്തോളം. എപ്പോൾ വരെയാണ്? ഓട്ടത്തിൽ പകുതി ഓടിയവർക്കല്ല സമ്മാനം ലഭിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, പക്ഷേ ഒരുവൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ആ ബിരുദ എനിക്ക് ലഭിക്കണം, ആ സമ്മാനം എനിക്ക് ലഭിക്കണം എന്ന് ഓടുന്നവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ്, എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഉത്സാഹം നിങ്ങൾക്ക് എപ്പം വരെ ഉണ്ടാകണം? നമ്മുടെ ഈ ശ്വാസം ഇവിടെ നിന്ന് പോകുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഹള ധ്വനി കേൾക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹമുള്ളവരായിരിക്കണം. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, വെറുതെ സമയം കളയാവുന്നേ ഉള്ളൂ. നമ്മൾക്ക് തന്നെ ഇന്ന് പകൽക്കാലം തീരുമാനിക്കാം, ഞാൻ വെറുതെ സമയം കളയുവാണോ അതോ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുകയാണോ? കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരെ ചേർക്കുവാൻ വേണ്ടി എൻ്റെ കർത്താവ് വേഗം വരുന്നു. വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കാഹള ശബ്ദങ്ങൾ